അതങ്ങനെ വന്നത് കൊണ്ട് നമ്മൾ അതിന് ചെറിയൊരു വിശ്വാസം ഉറപ്പിച്ചെന്നേ ഉള്ളൂ. ചിലരെയൊക്കെ നമ്മൾ കണി കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൊള്ളൂല എന്ന് എന്നോട് പറയും. രണ്ടുപേരും കൂടെ സംസാരം തുടങ്ങുക. എന്നാന്ന് പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ റിലേറ്റീവ് ഒരു ചാച്ചനും ആന്റിയാണ് ഈ കല്യാണക്കാര്യം അവതരിപ്പിച്ച് അവൻ പശുവിനെയും കിടാവിനെയും കണ്ടോട്ടാ മുളന്തുരുത്തിക്ക് പോണേന്ന് പേടിക്കാൻ. പിന്നെ ഒരു പേടിയുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ ചിലതൊക്കെ നമ്മൾ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. ഞാനും ഓർക്കും ഇതന്നെ ഇങ്ങനെയൊക്കെ പറയണേന്ന്. തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. പിന്നെ ചില സംഗതികൾ നമുക്ക് ഓരോ ദോഷങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയണേലൊന്നും തോന്നരുത്. വലിയ ഒച്ചയിലോ ആരടാന്നൊക്കെ ഇങ്ങനെ കടന്ന് ചോദിക്കും. വീടുകളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ മുകളിലേക്ക് പൊങ്ങിയ വീട്ടില് ദോഷാന്നാ പറയണേന്ന്. മാല പൊട്ടിക്കാൻ ജനല് തുറക്കണോ കള്ളൻ. ഹലോ, ഞങ്ങള് 3 പേരും ഉണ്ടായിരുന്നു. ഒരാളിടയ്ക്ക് സ്കിപ്പായി കേട്ടോ, തറവാട്ടി പോയതാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങള് രണ്ടുപേരും കൂടെ സംസാരം തുടങ്ങുക. എന്നാന്ന് പറഞ്ഞു, അപ്പൊ കുറെ നാളായി നമ്മളൊരു ചിറ്റാറ്റൊക്കെ ഇതുപോലെ ഇരുന്ന് ചെയ്തിട്ട്. അപ്പൊ ഞാൻ ഓർത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ടോപ്പിക് കിട്ടി കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ചെറിയൊരു ടോപ്പിക് നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് സംസാരിച്ചപ്പോ തന്നെ കുറെ പേര് നമുക്ക് കമന്റ്സ് ഇട്ടു അതിനെ പറ്റിയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണ, രസമാണ് കേൾക്കാനെന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് എടുത്തത്. വേറെ ഒന്നുമല്ല, പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ പഴയ അപ്പനപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത് വന്നിരുന്ന ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അവർ ആർജിച്ചെടുത്ത ചില വിശ്വാസങ്ങളൊക്കെയാണ് അവരുടെ ജീവിതക്രമത്തിൽ ഫോളോ ചെയ്തിരുന്നതാണ്. ഞാനൊക്കെ കുഞ്ഞുനാളിലെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിന്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ചൊക്കെ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് അവരത് മനസ്സിലാക്കി എടുത്തിട്ടുള്ള ചില വിശ്വാസങ്ങളാണത്. ഇന്നിപ്പോ കാലഘട്ടമൊക്കെ മാറി, ജീവിത സാഹചര്യങ്ങൾ മാറി, ജീവിതം തന്നെ ഇന്ന് നമ്മുടെ മാറിപ്പോയി. പക്ഷെ അത്തരം വിശ്വാസങ്ങള് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേര് മിത്ത് എന്നാണ്. എത്രത്തോളം ആ വാക്ക് അതിന് കറക്റ്റ് ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ല. തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ മിത്ത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. വേറെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് എനിക്ക് കിട്ടിയില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓരോരോ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഇന്നങ്ങനെ ആരും പറയാറില്ലെന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു, അത് ഇന്ന കാരണം കൊണ്ടാണ് ഇന്നത് സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഇന്ന് പറയാറില്ലാത്തത് ആർക്കും അതിന് സമയമില്ല. എല്ലാവരും രാവിലെ ഉണർന്നു പരിപാടികൾ കഴിച്ചു ജോലി സ്ഥലത്തേക്ക് പോകണം. പിന്നെ എരിഞ്ഞടങ്ങുമ്പോഴാ വന്നു കാരണം. പിന്നെ എന്ത് സമയമില്ല. അപ്പൊ എന്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും എനിക്ക് അറിയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നത് മൂലം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. പിന്നെ നിങ്ങളുടെ അറിവിലുള്ള മിത്തുകൾ, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കമന്റ് ചെയ്ത് നോക്കും. നമുക്കൊന്ന് രസമല്ലേ അതൊക്കെ ഒന്ന്, അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് രസമല്ലേ. എനിക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തെ സ്മരിക്കുന്ന കാര്യങ്ങളാണ് പണ്ടത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. ഒരുപാട് പേര്, നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഒരുപാട് പേര് മൺമറഞ്ഞു പോയി. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കായിരുന്നു. ആ കാലഘട്ടത്തിന്റെ സ്മരണകൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെല്ലാവർക്കും കോമൺലി അറിയാവുന്ന ഒരു കാര്യം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇറങ്ങുമ്പോഴത്തേനും പശുവിനെ ശകുനം കാണുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് പണ്ടുള്ളവർ പറയുമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പശുവിനെ കണി കണ്ടതുകൊണ്ടോ? കയറിട്ട പശു, നോട്ട് ദ പോയിന്റ്. കയറിട്ട പശുവും കിടാവും അങ്ങനെ പറയും. അപ്പൊ ചെറിയൊരു അനുഭവം പറയാം. അതിപ്പോ എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അതങ്ങനെ വന്നത് കൊണ്ട് നമ്മൾ അതിന് ചെറിയൊരു വിശ്വാസം ഉറപ്പിച്ചെന്നേ ഉള്ളൂ. അതായത് എന്റെ കല്യാണമൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയുള്ള എൻ്റെ റിലേറ്റീവ് ഒരു ചാച്ചനും ആന്റിയാണ് ഈ കല്യാണക്കാര്യം അവതരിപ്പിച്ച് അവരുടെ റിലേഷനിലുള്ളവർ മുളന്തുരുത്തിലുള്ളത് കൊണ്ട് അവർ വഴിയാണ് ഈ കല്യാണാലോചന എനിക്ക് വന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് വന്ന് കണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ തൃപ്തരായി. ഇവിടെയുള്ളവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഞങ്ങളുടെ താഴത്തെ വീട്ടിലെ പേര് ഞാൻ മെൻഷൻ ചെയ്യണില്ല, മുന്തിരി വീടില്ലേ, അവിടുത്തെ ആ ചേട്ടൻ മരിച്ചു പോയി കേട്ടോ. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ ഉച്ച കഴിയണ സമയത്ത് ഈ പാടത്തുനിന്ന്, താഴെ പാടത്തുനിന്നാന്ന് തോന്നണം,
പശുവിനെ കറക്കാനായിട്ട് പശുവിനെയും കിടാവിനെയും കൂടെ അഴിച്ചു വിട്ടുകൊണ്ട് വരുവാണ്. അപ്പൊ എനിക്കിതൊന്നും നമുക്ക് ആർക്കും എനിക്ക് അതിനെപ്പറ്റി അറിവുകളൊന്നുമില്ല. അപ്പൊ അന്നേരം എൻ്റെ അപ്പച്ചൻ്റെ നേരെ ഇളയ അനിയൻ പറഞ്ഞു, ഓ ഇപ്പം സംഗതി നല്ലതാണ്, അതായത് അവർ പോരാൻ ഇറങ്ങി നിൽക്കണേ ഉള്ളൂ, പോന്നിട്ടില്ല, പശുവിനെയും കിടാവിനെയും കണ്ടോട്ടാ മുളന്തുരുത്തിക്ക് പോണേന്ന്. അപ്പൊ നമുക്ക് അതൊന്നും അറിയില്ല, എന്നാ അതിന്റെ അർത്ഥം എന്നാ എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഗ്രാഹ്യവും ഇല്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കണ്ടേച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പശുവിനെയും കിടാവിനെയും ശകനം കണ്ട് പോകുന്നതല്ലേ, എല്ലാ സംഗതി സൂപ്പറാണ്. അപ്പൊ ഞാൻ കുഞ്ചാച്ചനെ ഇളയിച്ചാച്ചനോട് ചോദിച്ചു, ഈ നേരെ അപ്പച്ചന്റെ നേരെ ഇളയ അനിയൻ വലിച്ചാച്ചനാണെന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ചാച്ചനോട് ഞാൻ ചോദിച്ചു, അതെന്നാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ പശുവിനെയും കിടാവിനെയും ഇങ്ങനെ കണ്ടേച്ച് പോയാൽ നല്ലതാണെന്ന് പഴയ ആൾക്കാർ പറയുന്നു. പക്ഷെ അതങ്ങനെ കേട്ടത് കൊണ്ടും മനസ്സിലിരുന്നത് കൊണ്ടും എന്നെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് വലിയ തെറ്റില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നത് കൊണ്ടും അത് നല്ലതാണെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ കണ്ടത് നല്ലതായിരിക്കാം എന്ന് തോന്നി. അവര് ബൈ ചാൻസിൽ പശുവിനെ ഉച്ച കഴിഞ്ഞ് കറക്കാനായിട്ട് അഴിച്ചുകൊണ്ട് പോയതാ, അല്ലാണ്ട് അങ്ങനെ അതിനു വേണ്ടിയല്ല. അപ്പൊ എന്നോട് ഇളയ കൊച്ചപ്പനിച്ചാച്ചൻ പറഞ്ഞ, നമ്മളിപ്പോ ഒരാള് മഴുവായിട്ട് വരുവോ കൊടാലി ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വന്നാൽ ഭയങ്കര ഡേഞ്ചറാന്ന്. ഡേഞ്ചർ മീൻസ് അത് നമുക്ക് നടക്കാതെ പോകും എന്നൊരു വിശ്വാസം അങ്ങനെ അല്ല. ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ പശുവുള്ള വീടുകൾ തന്നെ കുറവാ. അന്ന് ആ ചേട്ടന് ഇതിന് കറക്കാൻ വേണ്ടി അഴിച്ചുകൊണ്ട് പോയത്, അല്ലാണ്ട് വേറെ ഒരു ഇതിലുമല്ല. അവരുടെ വീട്ടിലേക്ക് തൊഴുത്തി കൊണ്ടുവന്ന് കറന്നു, അത് കഴിഞ്ഞ് കെട്ടിയിടണു അങ്ങനെ. അപ്പൊ അന്നേരം ചാച്ചൻ പറഞ്ഞത് ഞാൻ ഓർക്കാറുണ്ട്. അത് വെച്ചിങ്ങനെ കൂട്ടിയിണക്കി നോക്കുമ്പോ ജീവിതം കുഴപ്പമില്ലാതെ ബാലൻസ് ചെയ്ത് പോണത് കൊണ്ട് നമുക്കതൊരു നല്ല ലക്ഷണമായിട്ട് തോന്നിയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതെനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല, അതായത് നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ പശു ഇങ്ങനെ കുറുകെ പോകുമ്പോ, പശു എന്ന് പറയുന്ന ഒരു ഐശ്വര്യത്തിന്റെ സിമ്പൽ ആണല്ലോ. അപ്പൊ ഇങ്ങനെ കുറുകെ പോകുമ്പോഴത്തേനും അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ആ പശുവിനെ കണ്ടു, നമ്മള് പോയ ആ കാര്യം നടക്കും എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കുറച്ചൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. എനിക്കറിയില്ല കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊന്നും. അപ്പൊ അതില് നമുക്ക് അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അല്ലേ. പക്ഷെ പിന്നെ വേറൊരു സംഭവം പറയാം. അത് ഞാൻ അനുഭവം പറഞ്ഞതാട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ആ ചേട്ടൻ ഇങ്ങനെ അഴിച്ചോണ്ട് പോയി, അവർക്ക് പശുവിനെ കറക്കാൻ സമയമായി. പിന്നെ എനിക്കൊരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൂട്ടി ഇണക്കുമ്പോ തോന്നണതാട്ടോ, അല്ലാണ്ട് അത് വിശ്വാസമൊന്നും ഒരിക്കലും ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിങ്ങനെ ഒരു ഇത് നടന്നു, ഇവിടെ കല്യാണം നടന്നു, തെറ്റില്ലാതെ പോണത് കൊണ്ട് നമുക്കത് അങ്ങനെ ഒരു വിശ്വാസമായിട്ട് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ചാച്ചൻ പറഞ്ഞു, ചാച്ചനൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല കേട്ടോ, ഇളയ കൊച്ചപ്പം മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ. പിന്നെ വേറൊരു അനുഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മച്ചി അപ്പച്ചനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതിൽ പറഞ്ഞപ്പോ അമ്മച്ചി എപ്പോഴും പറയും, ചിലരെയൊക്കെ നമ്മൾ കണി കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൊള്ളൂല എന്ന് എന്നോട് പറയും, എവിടെയെങ്കിലും ഇറങ്ങുമ്പോ. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് പറയും, ഈ ഓരോരുത്തരും കണി കണ്ടുകൊണ്ട് പോണത് നോക്കിയിരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല, ജോലിക്ക് പോണവർക്ക് കണി നോക്കിയിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും. അതപ്പോ ഞാനങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഈ കല്യാണക്കാരും പോലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ ഇച്ചാച്ചൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോ ഞാനിങ്ങനെ അങ്ങനെ മനസ്സിൽ സ്വരുക്കൂട്ടി എടുക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഞാനിങ്ങനെ പല കാര്യങ്ങൾക്കും ഹസ്ബൻഡ് ജോലിയിൽ ഇരുന്നത് കൊണ്ട് ഇങ്ങനെ പല ഓഫീസുകളിലും അങ്ങനെ പോകാറുണ്ട്. അപ്പം ചില സിറ്റുവേഷനിൽ അങ്ങനെ പോകുമ്പോൾ കാര്യങ്ങൾ നടക്കാറില്ല. അപ്പം ഞാൻ ചുമ്മാ അമ്മച്ചി പറഞ്ഞതുപോലെ ആലോചിച്ചൊക്കെ നോക്കൂട്ടോ, ഇത് എന്നാ പോലും ഇങ്ങനെ നടക്കാത്തതെന്ന്. അപ്പം എനിക്ക് തോന്നും, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷെ ആരെയാ കണ്ടതെന്ന് ഓർമ്മയില്ല. ചില സിറ്റുവേഷനിൽ നമ്മൾ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ പോകണം, നമ്മൾ ചില ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നടക്കാതെ വരുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയും, ആരെയാണോ ഒന്ന് പോയപ്പോൾ കണിയുണ്ടത്. അന്നേരം പറയുമ്പോ ഇവിടെ ഹസ്ബൻഡ് പറഞ്ഞ കണിയൊന്നും കണ്ടിട്ടല്ല, അത് നമ്മുടെ ടൈം ആയില്ല അതിന്, അതുകൊണ്ട് നമ്മുടെ കാര്യം നടന്നില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഇത് വിശ്വാസം. പിന്നെ അമ്മച്ചിക്ക് വേറൊരു കാര്യമുള്ളത്, അമ്മച്ചി എപ്പോഴും പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മച്ചി പറയും എരിഞ്ഞടങ്ങണ സമയം, അതായത് സന്ധ്യ എരിഞ്ഞടങ്ങണ സമയത്ത് നമ്മൾ ഇവിടെ ഈ ഒരുപാട് മരങ്ങളുണ്ട് ഈ പറമ്പില്, ഈ ഗ്രാമാന്തരീക്ഷം ആയതുകൊണ്ടാണ് അങ്ങനെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പറമ്പിലെ മരങ്ങളൊക്കെ. അപ്പൊ ഈ എല്ലാവിധ കിളികളും വന്ന ചേക്കേറണതാ. ഈ പൊങ്ങി പൊങ്ങി ഒരുപാട് മരങ്ങളുണ്ട്, മാവ്, പ്ലാവ്, ആഞ്ഞിലി, തേക്ക്, ഇങ്ങനെയുള്ള കുറെ മരങ്ങളുണ്ട്. അപ്പൊ ഇടതൂർന്ന് നിൽക്കുമല്ലേ, സന്ധ്യ ആകുമ്പോൾ ഇതുങ്ങളൊക്കെ ചേക്കേറും. അപ്പൊ ഇതുങ്ങളുടെ പല
രീതിയിലുള്ള സൗണ്ടുകൾ കേൾക്കൂലേ. അപ്പൊ ഈ സൗണ്ടുകൾ കേൾക്കുമ്പോ അമ്മച്ചി പറയണത് അങ്ങനത്തെ സൗണ്ടൊന്നും കേട്ടാൽ കൊള്ളൂല, നമ്മള് വേഗം അകത്ത് കയറി പോകാൻ പറയും. പക്ഷെ എനിക്കത് ഫെമിലിയർ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ റബ്ബർ മരം ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ ഇത്രയൊന്നും ഇല്ലെങ്കിലും മരങ്ങളാൽ ചുറ്റപ്പെട്ട നടുക്കൊരു ആയിരുന്നു. അപ്പം ഈ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കെങ്ങനെ, അപ്പം അമ്മച്ചി ഓർക്കണം, ഞാൻ കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുവന്ന സമയങ്ങളിൽ ചെറിയ പ്രായമല്ല, അപ്പം എനിക്ക് പേടിയാവൂന്ന് ഓർത്ത് ഈ സൗണ്ടുകൾ കേൾക്കുമ്പോൾ അമ്മച്ചി പറയും പുറത്തേക്ക് സന്ധ്യയാകുമ്പോൾ ഇറങ്ങണ്ട, അകത്ത് തന്നെ ഇരുന്നാൽ മതി എന്ന്. ഞാനും ഓർക്കും തന്നെ ഇങ്ങനെയൊക്കെ പറയണേന്ന്. അപ്പം അമ്മച്ചി പറഞ്ഞ ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ പേടിക്കുമ്പോൾ നമുക്കല്ലോ ബുദ്ധിമുട്ടുണ്ടായെങ്കിലോ എന്ന് ഓർത്ത് അവർ പറയണതാ. പക്ഷെ ഞാൻ ഈ സൗണ്ടൊക്കെ കേട്ട് വളർന്നതാ. ഞങ്ങൾ ഈ 8 മണി 10 മണി ആവുന്നവരെ അവിടെയൊക്കെ മുറ്റത്തോടെ നടക്കുന്നേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വീടിന്റെ മുറ്റത്തോടെ ചുറ്റുംപുറവും നടക്കും. ഈ ലൈറ്റ് അല്ലേ ചുറ്റുംപുറമുള്ള. പിന്നെ എല്ലാ അപ്പുറം വീടുകളല്ലേ, നമുക്ക് തന്നെ പേടിക്കാൻ, അങ്ങനെ പേടിക്കാൻ. പിന്നെ ഒരു പേടിയുള്ള ഒരു സംഭവം ഉണ്ട്, പാമ്പ്. അത് നല്ല പേടിയാട്ടോ, അത് എല്ലായിടത്തും ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അമ്മച്ചി പഴയ ആൾക്കാർക്ക് ഒരുപാട് അങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറയുക. അപ്പൊ ചിലതൊക്കെ നമ്മൾ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ ഞാനിങ്ങനെ അനുഭവം പറഞ്ഞ. പിന്നെ ഓരോ മരങ്ങളൊക്കെ നടന്നത് സ്ഥാനത്ത് അത് ഈ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാല കാണിച്ച് പറഞ്ഞിട്ടില്ലേ. ഇവിടെ ആ അമ്മച്ചി പറയണത് ആ പാലമരം ഇവിടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ചെടിയായിട്ട് അത് കിളിർത്തതാണ്, തന്നെ കിളിർത്ത് വന്നിട്ട് അമ്മച്ചി അതിന് ഈ അന്ന് ആടോറ്റ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഈ പാല് കൊടുക്കാൻ വേണ്ടി അമ്മച്ചി ആടിനെ വളർത്തി ചെറുപ്പത്തില് കുഞ്ഞായിരുന്നപ്പോ. അപ്പൊ ഈ ആടിനെ അതിലെങ്ങാട്ട് തണ്ടേ കൊണ്ട് കെട്ടുപറ്റ് ചെയ്യും. ഈ പാഴ്മരം ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പൊ അങ്ങനെ അതിന്റെ കൊമ്പൊടിഞ്ഞു പോയി. കൊമ്പൊടിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആരോ വന്നപ്പോ പറഞ്ഞു, കൊച്ചമ്മ ഇതിൽ അങ്ങനെയൊന്നും കൊണ്ടുപോയി കെട്ടരുത്, ഇത് അമ്മച്ചി പറഞ്ഞേക്കണ കാര്യം കേട്ടോ, ഇത് ഇങ്ങനെ സ്ഥാനപ്പാലയാ, ഇതിങ്ങനെ വളർന്നു വരട്ടെ. അപ്പൊ അമ്മച്ചി പറഞ്ഞ ഈ കൊമ്പൊടിഞ്ഞിട്ട് അതിങ്ങനെ ഉണങ്ങ പോലെ വന്നതാന്ന് പറഞ്ഞുള്ള അനുഭവം ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചി അതിങ്ങനെ അതിലൊന്നും കെട്ടൂല. കൊച്ചമ്മ അതിന്റെ കൊമ്പൊടിക്കുകയോ വെട്ടുകയോ പറിക്കുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ അമ്മച്ചി പറയണത് അതിങ്ങനെ വളർന്നങ്ങ് പോയി വൻമരമായിട്ട് വന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പാല? അപ്പൊ അത് ഈ ഞാൻ നോക്കട്ടെ കേട്ടോ, തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അപ്പൊ അത് സ്ഥാനപാലയാന്നാ പറഞ്ഞ, കന്നിമൂല. അപ്പൊ വീടിന്റെ തെക്ക് പടിഞ്ഞാറ്. അത് ഞങ്ങളോട് മരിക്കുന്നവരെയും പറയായിരുന്നു, ആ പാലയെ തൊട്ടൊരു കളിയും വേണ്ട. അപ്പച്ചൻ ആ കാലഘട്ടത്തിൽ പറയും, ഞാൻ വരുമ്പോൾ ഇങ്ങനെ പൊങ്ങിയാ പാല നിൽക്കണം. അപ്പച്ചൻ പറയും കാറ്റ് പിടിക്കുമ്പോ അതിന്റെ കൊമ്പെല്ലാം ഓടിട്ട, വീടിന്റെ നടുവിൽ ഭാഗം മുഴുവൻ ഓടിട്ട ഭാഗം വീടിന്റെ ഞങ്ങളുടെ. അപ്പൊ അതിലേക്കെല്ലാം വീണ വീട് തരിപ്പണാവും. സ്ഥാനപ്പാലെന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്നോടിന്ന് അമ്മച്ചിയോട് എപ്പോഴും പറയും. അന്നേരം അമ്മച്ചി പറയും, വീണ അങ്ങനെ നശിക്കാനാ യോഗമെങ്കിൽ അങ്ങനെ നശിക്കട്ടെ എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനും ഇവിടെ പറയും, ഇപ്പൊ ഈ കണ്ടമാനം ഇങ്ങനെ ശിഖരായില്ലേ അതിന്റെ. അപ്പൊ ഞാനും പറയും അത് അതിൽ തുടരണ്ട, അത് അവിടെ നിന്നോട്ടെ, അതങ്ങനെ നാശമൊന്നും വരുത്തൂല എന്ന്. എനിക്കും ഭയമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. എന്നാന്ന് വെച്ചാൽ എല്ലാ മരത്തിലും പൊങ്ങി അത് നിൽക്കണം. അപ്പൊ അങ്ങനെ സ്ഥാനപ്പാലെ നമ്മച്ചി എപ്പോഴും പറയും. അതുപോലെ വീടിന്റെ അതുപോലെ അതിലൊരു കാര്യമുണ്ട്. കാരണം എന്താണെന്നറിയോ, എന്ത് വലിയ കൊടുങ്കാറ്റ് റീസെന്റ് ആയിട്ടൊക്കെ നമ്മളിവിടെ ഉണ്ടായോ, എന്നിട്ട് ഒരു കൊമ്പ് പോയിട്ട് ഒരു ശിഖരം പോലും ആ പാലയുടെ ഒടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഇല പോലും അനാവശ്യമായിട്ട് മുറ്റത്തേക്ക് അതിന്റെ വീണില്ല. പക്ഷെ ഒരുപാട് മരങ്ങള് ഇവിടെ വീണ് ഡാമേജ്, കൊമ്പൊക്കെ വീണ് ഒരുപാട് വീണ് കിടപ്പുണ്ട്. ഇപ്പോഴും വെട്ടിമാറ്റി തീർത്തിട്ടില്ല. തേക്ക് വലിയ തേക്ക് വീണു, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ വീഴുമൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിട്ടും ആ പാലയ്ക്ക് ഒരു കുലുക്കവും ആ കാറ്റത്ത് ഉണ്ടായില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കഴിഞ്ഞ കൊല്ലം തുലാവർഷത്തിന് കാറ്റടിച്ചു കഴിഞ്ഞപ്പോ പാലയുടെ ആ സൈഡിൽ നിന്നൊരു ചെറിയ കൊമ്പ് പോടുകൂടി ഒടിഞ്ഞിട്ട് തേക്കിന്റെ മീതേട്ട് വീണ്, തേക്കിന്റെ കമ്പ് ഒടിഞ്ഞ് കശുമാവിന്റെ മീതേട്ട് വീണ് കശുമാവിന്റെ കൊമ്പ് ഒടിഞ്ഞ് മണ്ണിൽ വീണു. അങ്ങനെയാണ് നിങ്ങളെ ആ ഏഴിലമ്പാല എന്ന് പറഞ്ഞ പാലയുടെ ഇലയും പൂവും ആ കൊമ്പയിലിരുന്ന് പൂവും കാണിക്കാൻ ഒരു കുഞ്ഞു തൈക്കൊമ്പ അല്ല തൈ ഇത്രയുള്ള ഒരു കൊമ്പ് ഒടിഞ്ഞു വീണത്. അപ്പൊ ഞാൻ പറയണത്, അതുപോലെ അമ്മച്ചി പറയും വീടിന്റെ തെക്ക് വശത്ത് പുളി നിപ്പുണ്ട്, അതും സ്ഥാനത്താ നിക്കണേ, വെട്ടരുതെന്നൊക്കെയാ പറഞ്ഞേക്കണേ. അതും വെട്ടിയിട്ടില്ല, നമുക്ക് ഉപദ്രവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് പേടിയാട്ടോ കാറ്റ് വരുമ്പോ, ഉള്ള കാര്യം പറയാലോ, എനിക്ക് പേടിയൊക്കെ ഉണ്ട് കാറ്റ് വരുമ്പോ ചുറ്റുംപുറം ഇങ്ങനെ നിക്കണോണ്ട്. പക്ഷെ അതിന് നീ പറഞ്ഞ പോലെ കുലുക്കയില്ല ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഓരോ ഐതിഹ്യങ്ങള്. പിന്നെ പഴയ ആൾക്കാർ പറയണമെന്നല്ലേ നമ്മള് ഇങ്ങനെ കേട്ട് പോന്നതാ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഓരോ അനുഭവങ്ങളാന്ന് പറയുക. ഇവിടെ അമ്മച്ചി ഇങ്ങനെ ഓരോന്നിങ്ങനെ സൗണ്ട് പല കിളികളുടെയും കേൾക്കുമ്പോ ഭയങ്കര ഇതായിട്ടുള്ള സൗണ്ടുകളൊക്കെ ഉണ്ട് ചില കിളികളുടെ. കൊക്കോ, ഞാറക്കൊക്കോ എന്തൊക്കെയോ അല്ലേ ഇങ്ങനെ പാടത്ത, അതിന്റെയൊക്കെ ഇങ്ങനെ ഭയങ്കര. പിന്നെ ഈ പുള്ളാൻ കുറുകല്, പുള്ളാക്കുറുക്കൊന്നും അങ്ങനെ പിന്നെ ഭയങ്കര
ഒരു കിളിയുണ്ട്. അതിന് കുറെ തവണയൊക്കെ വീഡിയോയിൽ കേൾപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എടുക്കാൻ ഭയങ്കര പാടാ. 4 തവണ അത് കുറുകും. അപ്പൊ ഒന്നാമത്തെ തവണ കുറുകുമ്പോ നമ്മൾ ഫോൺ എടുക്കാൻ ഓടും, അപ്പോഴേക്ക് രണ്ടാമത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. ഫോൺ ഓൺ ആക്കി വരുമ്പോഴേക്കും 3ഉം 4ഉം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കുറുകൂല, അത് 4 തവണ അത് കുറുകും. അങ്ങനെ വരണം. അങ്ങനെ കുറെ സൗണ്ടുകൾ, ഇങ്ങനെ പേടിക്കുന്ന രീതിയിലുള്ള സൗണ്ടുകളുള്ള കിളികളുണ്ട്. പിന്നെ നമ്മള് കടപ്ലാവിന്റെ ഒരു കാര്യം കഴിഞ്ഞൊരു വീഡിയോ, അതായത് വീടിന്റെ മുകളിലേക്ക് കടപ്ലാവ് ഉയരാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. അതുപോലെ ചെമ്പകപ്പൂ, ചെമ്പകമരം, അതും വീടിന്റെ മുകളിലേക്ക് ഉയരാൻ പാടില്ല. അതല്ലേ പറയണത്? അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല. അതുപോലെ വേറെ ഒരെണ്ണമുണ്ട്. അതായത് ഈ കുന്തിരിക്ക മരം, ക്രിസ്മസ് ട്രീ വീട്ടിൽ നമ്മൾ നടന്നതിന് കുഴപ്പമില്ല. ഞാൻ എന്നോട് ഒരുപാട് പേരത് പറഞ്ഞു. ഇവിടെ ഇല്ലാട്ടോ, അത് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കില്ല. അങ്ങനെ അത് വീടിന് മുകളിൽ പൊങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ദോഷാന്നാ പറയണേ. അത് ഞാനും നമ്മുടെ ഇവിടുത്തെ ഷീലാൻഡി അപ്പങ്ങളുടെ ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോ എന്തോ ഒരു ആവശ്യത്തിന് പോയത് ഒരു പള്ളിയിൽ. അങ്ങനെ കല്യാണം സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ചേച്ചി മുതലപ്പോ മോളെ ദേ ഇത് കുന്തിരിക്കമര, ഇതിങ്ങനെ ഇതില്ലേ മോളെ, ഇങ്ങനെ പള്ളി ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും, വീടുകളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ മുകളിലേക്ക് പൊങ്ങിയ വീട്ടില് ദോഷാന്നാ പറയണേന്ന്. അപ്പൊ അത് ഞാൻ വേറെ രീതിയിലും കേട്ടിട്ടുണ്ട്, വേറെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ സത്യമാണോന്നൊന്നും നമുക്കറിയില്ല കേട്ടോ, ആൾക്കാരിങ്ങനെ പറയണത് നല്ല ഭംഗി പൊങ്ങി നിൽക്കണത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങള്. അപ്പൊ കടപ്ലാവിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കടപ്ലാവിന്റെ ആ കൊമ്പുകൾക്കില്ലേ, അതിന് ബലം കുറവാണ്. അപ്പൊ അതുകൊണ്ട് വീടിന്റെ മുകളിലേക്ക് അത് ഉയർന്നു കഴിഞ്ഞാൽ കാറ്റൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോ അത് പെടന്ന് വീട്ടിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവര് അങ്ങനെ വീടിന്റെ മുകളിലേക്ക് ഉയരരുത് എന്ന് പറയുന്നതിന്റെ സയൻസ് എന്ന് പറഞ്ഞിട്ട് പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വാസ്തവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം എന്തെങ്കിലും വിശ്വാസങ്ങൾ പറയുമ്പോ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതായിരിക്കാം മേ ബി അതിന്റെ കാര്യങ്ങളെന്ന് എനിക്ക് തോന്നി. ചിലപ്പോ ശരിയായിരിക്കാം, അത് ചിന്തിക്കുമ്പോ ശരിയാണ്. പക്ഷെ ചെമ്പകം എന്തുകൊണ്ട് അങ്ങനെ പറയണേന്ന് അറിയില്ല. ഈ ചെമ്പകം മുകളിൽ പോണതല്ല ഞാൻ കേട്ടേക്കണേ. ചെമ്പകമരം നട്ട് കഴിഞ്ഞ നടണയാൾക്ക് അത് പൂത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ദോഷം സംഭവിക്കും. അറിയില്ല കേട്ടോ, അറിയില്ല. അതിലൊന്നും വാസ്തവം ഉണ്ടോന്ന് നമുക്കറിയില്ല. നമ്മളതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അല്ല, നമുക്കതൊന്നും ചിന്തിക്കാൻ നേരെയില്ല. കേൾക്കണോ, പറയണത് കേൾക്കണോ. പിന്നെ ചില സംഗതികൾ നമുക്ക് ഓരോ ദോഷങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ പറയണതിലൊന്നും തോന്നരുത്. ക്രിസ്ത്യ വിശ്വാസം അനുസരിച്ച് ക്രിസ്ത്യാനികളായ നമ്മളൊക്കെ ചെയ്യണമെന്നു വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, വഴിപാടിടണു, നമ്മൾ എല്ലാ ദിവസവും നമസ്കരിക്കുന്നു, പിന്നെ കുരിശു മുത്തണു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാറി കിട്ടുമെന്നാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ നമ്മൾ വിശ്വസിച്ച് പോണത്. പിന്നെ മറ്റ് ഹിന്ദുസ് വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അവർ അമ്പലത്തിൽ പോകും, അതിനുള്ള വഴിപാടുകൾ ചെയ്യുന്നു. മറ്റേ മുസ്ലിം അവരും പള്ളിയിൽ പോകണം, മറ്റാ വിഭാഗക്കാർ, അങ്ങനെ ഓരോരുത്തരും അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ആശ്രയിക്കുന്ന ദൈവത്തിലല്ലേ എപ്പോഴും. എല്ലാം ഒന്ന് തന്നെ. അപ്പൊ നമ്മുടെ ആരാധനാലയത്തിൽ പോയി നമ്മൾ അതിനുള്ള വഴിപാടുകൾ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാറ്. ബലവും ഒരു ധൈര്യം കിട്ടും. അപ്പൊ നമ്മളെ അതൊന്നും ബാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. ഒരു ബാലൻസിൽ നമുക്ക് പോകാൻ സാധിക്കും. ഞാൻ പറയണതാട്ടോ, നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയണതാ. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുലർകാലത്ത് കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകൂന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വപ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ കാണുന്ന സ്വപ്നങ്ങൾ ഏതെങ്കിലും യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പുലർകാലയൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. അത് ഞാൻ സ്റ്റേണായിട്ട് പറയാം, ഇതുവരെ ഒരിക്കലും അത് സത്യമായി സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറ്. കൂടുതൽ ഇഴജന്തുക്കളെയാണ് സ്വപ്നം കാണാറ്. അപ്പൊ ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇഴജന്തുക്കളെ സ്ഥിരം സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ ആ സ്വപ്നമല്ല, വേറെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ചില സ്വപ്നങ്ങള് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ ആ ഒരു ഫീലിങ്സ് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു, അതേ സിറ്റുവേഷനും അതേ സാഹചര്യവും പിന്നീട് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു വഴിയേക്കടെ നടക്കുന്നത് സ്വപ്നം കാണുകയാണെന്ന് വിചാരിക്കുക. ആ വഴിയിൽ ഇന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും, ഇന്ന മരം ഇന്ന സ്ഥലത്ത് നിൽപ്പുണ്ടാവും, ഇപ്പൊ പൂച്ച അതികൂടെ ഓടി, അത് അങ്ങനെ ഒരു സാഹചര്യം നടക്കുന്നുണ്ട്. അതിലെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻസ് കംപ്ലീറ്റ് പിന്നീട് എന്റെ യഥാർത്ഥ ജീവിതത്തിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അത് പല പല അനുഭവങ്ങൾ എനിക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് പുലർകാലത്ത് കണ്ടതൊന്നുമല്ല. പുലർകാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത്. അതുകൊണ്ട് പുലർകാലത്ത് ഞാൻ സ്വപ്നം കാണാറില്ല. ഉറങ്ങി
തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് അത് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ എങ്കിലും ഞാനത് കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, അയ്യോ ഇതേ സിറ്റുവേഷൻ ഞാൻ സ്വപ്നത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇതേ സിറ്റുവേഷനിലൂടെ ഞാൻ നടന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് അന്നേരം ചിന്തിക്കാറുണ്ട്. ചിലപ്പോ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേക്കുണ്ടല്ലോ ഇത് കുറെ കാലങ്ങൾക്ക് മുമ്പ് എന്റെ സ്വപ്നത്തിൽ വന്നൊരു സ്ഥലമാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. അത് ഓരോരുത്തരുടെ ഒരു ഇതായിരിക്കും. ഞാൻ എന്റെ സ്വപ്നങ്ങൾ അങ്ങനെയുള്ള രാത്രി കാലങ്ങളിൽ കാണുന്ന ഒരു സ്വപ്നവും യാഥാർത്ഥ്യമായിട്ടില്ല. ഇല്ല, അത് യാഥാർത്ഥ്യമാവാതിരിക്കട്ടെ. അമ്മ കള്ളം വന്നു എന്നൊക്കെയാ സ്വപ്നം കാണും. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയെടുക്കണം. കള്ളനുമായിട്ട് നടക്കുന്ന ഞാൻ കള്ളൻ വന്നു എന്ന് പറയുമ്പോ ഇതിപ്പോ തുറന്നങ്ങ് പറയാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും നമ്മള് കള്ളം വന്നു എന്ന് പറഞ്ഞ് സ്വപ്നം കാണുമ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളം വന്നു ജനലിന്റെ അവിടെ നോക്കണോ അല്ലെങ്കിൽ വാതിലിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണോ, സൗണ്ട് കേൾക്കണ പോലെയൊക്കെ സ്വപ്നം കാണുമ്പോ ഞാൻ എന്നാന്നോ വലിയ ഒച്ചയിലോ ആരടാന്നൊക്കെ ഇങ്ങനെ കിടന്ന് ചോദിക്കും. അപ്പൊ എന്നോട് ഹസ്ബൻഡ് ചോദിക്കും, അടുത്ത കട്ടിലേൽ എനിക്ക് ഇവിടെ കിടക്കാവോ അടുത്ത സമയത്ത്? അപ്പൊ മേടിച്ചോ ഒരു ദിവസം അതായത് ഞങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ ഇവള് കിടക്കണം. ഇവള് ലേറ്റ് ആയി എഡിറ്റിങ് കഴിഞ്ഞ് കിടക്കണം. ഞാൻ 11:30 കിടന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്തോ സ്വപ്നം കാണുവാണ്, മാല പൊട്ടിക്കാൻ ജനല് തുറക്കണോ കള്ളൻ. അതായത് എല്ലാ റൂമിലും ജനല് കാണൂലോ, പക്ഷെ മാല മുത്തുമാല ഇട്ടേക്കണം. അതൊന്നും ഓർക്കണില്ല സ്വപ്നത്തില്. മാല പൊട്ടിക്കാൻ മഞ്ഞു ജനല് തുറന്നേക്കും. അപ്പൊ എന്റെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒച്ചയിൽ ഞാൻ ഒച്ച എടുത്തു കഴിഞ്ഞാൽ കള്ളൻ ഓടുന്ന. അപ്പൊ അതിന് ഞാൻ ഒച്ച എടുക്കുമ്പോ എന്നോട് ഹസ്ബൻഡ് ഉണർന്നു കഴിയുമ്പോ ആ സമയം തന്നെ ചോദിക്കും. ഉണർന്നു കഴിയുമ്പോ എന്നോട് ചോദിക്കും സമീപത്ത് മനുഷ്യന് കിടക്കാവോന്ന്. കാരണം ഞാൻ അറിഞ്ഞല്ല ഒച്ച എടുക്കണ വാസ്തവത്തെ. അതൊക്കെ ഓരോ മാനറിസ് ആയിരിക്കും. അതൊക്കെ ശരിക്കും സത്യം ആവാതിരിക്കട്ടെ. അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ, എന്റെ സ്വപ്നങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ റിയൽ ലൈഫായിട്ട് ചിലത് വരാറുണ്ട്, അല്ലാത്തതും ഒക്കെ വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇഴജന്തുക്കളുടെ കാര്യം പറഞ്ഞില്ല, ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണത്. എന്നെ പാമ്പ് വരിഞ്ഞു മുറുക്കി എന്നൊക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ അത് മേ ബി നമ്മൾ ഈ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഓരോ കഥകളും സ്റ്റോറീസിനും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പിന്നെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നമ്മള് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഇതുവരെ നമ്മളങ്ങനെ നമ്മള് 2 മണിയാവുമ്പോ കിടന്നിട്ടില്ലേ രാത്രിയിൽ ഈ വർക്ക് ഉള്ള ദിവസം? ഞാൻ 2 മണിക്കും 3 മണിക്കും ജനല് തുറന്ന് പാലമരത്തിന്റെ ചോട്ടിലേക്ക് നോക്കാറുണ്ട്. എനിക്ക് ആ സമയത്ത് അവിടെ പോണെന്നും ആഗ്രഹമുണ്ട്. പിന്നെ അന്നേരം വാതിലൊക്കെ തുറന്ന് അത് നടക്കില്ല. പോകുമ്പോഴേക്കും പിന്നെ ഇവരൊക്കെ അറിയും, പിന്നെ ഇവരുടെ ഉറക്കമൊക്കെ പോകും. അപ്പൊ അതൊന്നും ശരിയാവില്ല, അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് അത് ചെയ്യാൻ. 3 മണി വരെയൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് പഠിക്കുന്ന കാലത്ത് രാത്രി പഠിക്കുന്നതാ ഇഷ്ടം, രാവിലെ പഠിക്കുന്നതല്ല ഇഷ്ടം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെയും സ്റ്റഡി ഹോളിഡേയും അങ്ങനെയൊക്കെ ഉള്ള സമയത്തില് നേരം വിളക്കുമ്പോ കിടന്ന സമയങ്ങളുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ഒരു പശുവിനെ കറക്കാൻ എഴുന്നേക്കുമ്പോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ ഇവള് അന്നേരം ഈ വേനൽക്കാലത്ത് എത്ര ഫാൻ ഇട്ടാലും വർഷങ്ങൾ മുമ്പുള്ള കാര്യം പറയണം, നമുക്ക് ചൂടുണ്ടല്ലോ. ചിലപ്പോ ഇവള് ജനലിന്റെ അരിയിലല്ല മേശയെങ്കിലും ഇവളിങ്ങനെ ഉണമുറിയിൽ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ അങ്ങോട്ടുള്ള ജനൽ തുറന്നിടും. കിടക്കണ സമയത്ത് അടയ്ക്കുള്ളൂ. പക്ഷെ പുറത്തേക്കൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും, അത് വേറെ വിഷയം. എങ്കിലും അങ്ങനെയുള്ള ഇവള് ഞങ്ങൾ അറിയാതെ ചിലപ്പോ ആ ബെഡ്റൂമിന്റെ ജനലൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടാവും. പാലമരത്തിന്റെ നോക്കാറുണ്ട്, പാലമരത്തിന്റെ ചോട്ടിലേക്ക്. അന്തരീക്ഷം അറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു അന്തരീക്ഷം ഫീൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് മഴക്കാലാണെങ്കിൽ പ്രത്യേകിച്ചും ചീവീടുകളുടെ കരച്ചിലും മഴത്തുള്ളികളുടെ ശബ്ദവും കൂരാകൂരുരുട്ടിന്റെ സ്പന്ദനവും ഒക്കെ കേൾക്കാൻ പറ്റും. പക്ഷെ ഒരു പക്ഷേ ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വരുമ്പോഴായിരിക്കും ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട്. പിന്നെ നല്ല മണമല്ലേ പൂവ് ഉണ്ടാവുന്ന സമയത്ത്. ഇവിടെ പണിയാൻ വന്നുകൊണ്ടിരുന്ന ആ മാമ മരിച്ചു വരും. ഊത്തുമാമ എപ്പോഴും പറയും, സന്ധ്യാകുമ്പോ എന്റെ പൊന്നുമോളെ ഇവിടെയുള്ള എഴിലമ്പാല ആ ഭാഗത്തേക്ക് പോവരുത്, എല്ലാ ജനലും 7 മണിയാകുമ്പോൾ അടച്ചു പൊട്ടിക്കൊള്ളണം. 7 മണിക്ക് മറ്റേ ജനലടച്ചു പൂട്ടാൻ പറ്റും. അവർക്ക് പഴയ ആൾക്കാർ അവരുടെ വിശ്വാസം വെച്ച് അവർ പറഞ്ഞു അവര് തെറ്റി പറയാൻ പാടില്ല. നമുക്ക് അതില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത പറമ്പിൽ തന്നെ അവർ താമസിക്കുന്നത്. ആ മാമ മരിച്ചു പോയി, ഇപ്പൊ മക്കളാ ഉള്ളത് അവരുടെ. പിന്നെ വേറെ ഒന്ന് ഞാൻ കേട്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന് പറയും പണ്ടുള്ളവര്. നമ്മള് പകല് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വേർത്തൊക്കെ ആയിരിക്കും നമ്മൾ വരണേ. അപ്പൊ നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം വേണം ആഹാരത്തിന് മുന്നിൽ ഇരിക്കാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ പിന്നാലെയാണത്. അതിന്റെ പിന്നിലും സയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭക്ഷണം കഴിച്ച ഉടനെ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയല്ലേ, ചിലപ്പോ അതെന്തെങ്കിലും ദഹന പ്രക്രിയയൊക്കെ ബാധിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞ ഉടനെ കുളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത്
അത് മാത്രല്ല നമ്മൾ കുളിച്ച് ശുചിയായതിനു ശേഷം വേണമല്ലോ ആഹാരം കഴിക്കാനായിട്ട്. ആഹാരത്തിനോടുള്ള ഒരു റെസ്പെക്ട് കൂടിയാണത്. ഇപ്പോഴും എല്ലാവരും പറഞ്ഞു കേട്ടോ അങ്ങനെ വേണമെന്ന്. ഞാനതൊക്കെ തെറ്റിക്കാറുണ്ട് കേട്ടോ. ചില ദിവസം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഈ പോകാൻ നേരത്തെ മേലി കഴി ഡ്രസ്സ് മാറിയായിരിക്കും പോണ പുറത്തേക്ക് പോകുമ്പോ. പിന്നെ വന്നു കഴിയുമ്പോ ചിലപ്പോ സന്ധ്യയ്ക്ക് വന്നെങ്കിൽ ഹസ്ബൻഡ് വേഗം പോയി കുളിക്കും ആദ്യം. അപ്പൊ ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം എടുക്കൂലോ നമ്മള്. അപ്പൊ എന്നോട് അത് കഴിഞ്ഞ് ഞാനന്നേരം ഇതൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും ഭക്ഷണം കഴിക്കും. അപ്പൊ എന്നോട് ചോദിച്ചു നീ ഇനി കുളിക്കണില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും കിടക്കണതിന് മുമ്പ്. അന്നേരം എന്നോട് കിടക്കണതിന് മുമ്പ് ചോറുണ്ടേച്ചാണോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ചോറോ എന്നാന്ന് വെച്ചാൽ ഞാൻ ചപ്പാത്തി അധികം കഴിക്കാറില്ല. അത് കഴിച്ചേച്ചാണോ കുളിക്കാൻ പോണേന്ന് ചോദിക്കും. അത് തെറ്റാന്ന് എന്നോട് പറയാറുണ്ട്. പക്ഷെ ഈ പോകുമ്പോ മേല് കഴി വെച്ച് പോണത് കൊണ്ട് ചിലപ്പോൾ വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ ചെയ്തെന്നിരിക്കൂല. പിന്നെ എന്തെങ്കിലും കറി ചൂടാക്കാനും ഇതൊക്കെ ഉണ്ടാവും. അവർക്കാകുമ്പോൾ കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് നേരെ കഴിക്കാലോ. അപ്പൊ ഞാൻ ജോലി കഴിയുമ്പോ പിന്നെ ഇവര് കഴിക്കട്ടെ എന്ന് ഓർത്താ അങ്ങ് വിളമ്പുമ്പോ ഞാനും അങ്ങ് കഴിക്കും. അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഞാനും കാണിക്കാറുണ്ട് കേട്ടോ.